ആവും. അപ്പം നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളോ അഭിരുചിയില്ലാത്ത കാര്യങ്ങളോ അത് നോക്കലും വാക്കിലും പ്രവൃത്തിയിലും മറ്റുള്ള സ്ഥലത്ത് വരുമ്പം അത് സാഹചര്യവും സന്ദർഭവും നോക്കി നോ പറയാൻ പഠിക്കണം. ഇതില്ലെങ്കിൽ നിങ്ങളുടെ വില പോകും. അപ്പോൾ എസ് പറയേണ്ടത് എസ്സും നോ പറയേണ്ടത് നോയും പറയേണ്ടതുപോലെ പറയാത്തത് കൊണ്ട് ഉണ്ടാകാവുന്ന മൂല്യച്യുതി അത് വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ ഒരു ഗ്രൂപ്പിലായിക്കോട്ടെ വ്യക്തികളോടായിക്കോട്ടെ ഇടയ്ക്ക് കയറി സംസാരിക്കുക എന്ന് പറയും. പലപ്പോഴും ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത് ആ സമയത്ത് പറയുന്ന കാര്യങ്ങളോട് യാതൊരു റിലവൻസും ഇല്ലാത്തായിരിക്കും. നമുക്കെന്തെങ്കിലും പറയണമെന്ന് വിളമ്പിയേക്കുക, അങ്ങ് കുടഞ്ഞിട്ടേക്കുക. ഇത് നിങ്ങളുടെ വില കളയുന്ന, മറ്റുള്ളവർ നിങ്ങളിൽ കാണുന്ന വാല്യൂവിനെ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളത്. ക്ലിയർ ആകുന്നുണ്ടോ? അടുത്തത് വാക്കുകളാണ്. എപ്പോഴും കമ്മ്യൂണിക്കേഷൻ മനുഷ്യർ വാക്കുകൾ കൊണ്ടാണല്ലോ. പുറത്തേക്ക് വിടുന്ന വാക്കുകൾ ഏറ്റവും ശ്രേഷ്ഠമുള്ളതാക്കുക. നമ്മളെപ്പോഴും പുറത്തോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അകത്തൊന്ന് സംസാരിച്ച് തീരുമാനം എടുത്തിട്ടാണല്ലോ വാക്കുകൾ പുറത്തോട്ട് വരിക. ചിലരുണ്ട് ഒന്നും നോക്കാതെ എടുത്തടിച്ചാണ് സംസാരിക്കും. അത് നിങ്ങളുടെ വില കുറയ്ക്കും. പുറത്തോട്ട് വിടുന്ന വാക്കുകൾ കൃത്യതയോടും സഭ്യമായതും ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത ശേഷം പുറത്തേക്ക് വിടുക. നമ്മുടെ വാ തുറക്കാതെ പുറത്തേക്ക് ശബ്ദം വരില്ലല്ലോ. അപ്പോൾ ആ ഒരു നിയന്ത്രണം നമ്മളിൽ വേണം. പുറത്ത് ആരോട് എപ്പോൾ സംസാരിക്കണമെന്നുള്ള ആ കൃത്യത ഇല്ലാതെ ഉള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ വാല്യൂ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അടുത്തത്, എപ്പോഴും നമ്മൾ വസ്ത്രധാരണത്തിലൂടെ പലരും വിലയിരുത്താറുണ്ട്. സാഹചര്യത്തിന് യോജിച്ച രീതിയിലുള്ള വസ്ത്രധാരണം. നമ്മളൊരു വിവാഹത്തിന് പോകുമ്പോൾ ഉള്ള വസ്ത്രധാരണമാണോ ഒരു മരണ വീട്ടിൽ പോകുമ്പോൾ? ഇനിയിപ്പോൾ ക്യാഷ്വലായിട്ട് നമ്മൾ പോകുന്ന വഴിക്കാണ് ഒരു മരണ വാർത്ത അറിഞ്ഞു, അപ്പോൾ ഓടിപ്പോയി കാണുന്ന കണക്കല്ല. കൃത്യതയോടുകൂടി അങ്ങനെയുള്ള ഇവൻറ്റുകൾക്ക് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു ഡ്രസ് കോഡിനെ സംബന്ധിച്ചൊരു അപ്പീലുണ്ടാകണം. കാരണം ഡ്രസ്സിലൂടെയും പുറമേയുള്ള ആവരണത്തിലാണ് ആൾക്കാർ കൂടുതൽ ഫോക്കസ് ആകുന്നത്. അത് കൃത്യതയോടുകൂടി അല്ല എങ്കിൽ നിങ്ങളുടെ വാല്യൂ പോകത്തേ ഉള്ളൂ. അടിപൊളി കളറായിട്ടുള്ള ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് പലപ്പോഴും ദേവാലയങ്ങളിലൊക്കെ പോവുക. ദേവാലയങ്ങളിലൊക്കെ ഒരു മിതത്വമാണല്ലോ ആവശ്യം. ഒരു വ്യക്തിയുടെ മനസ്സാണ് പുറത്ത് കാണുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളിപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം സോഷ്യൽ മീഡിയ ആക്റ്റീവായിട്ട് അതിലൂടെയാണ് ജീവിതം പോകുന്നത്. നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ, ഫേസ്ബുക്ക് എന്നാണല്ലോ പറയുന്നത്, നമ്മുടെ ഫേസിൻ്റെ ഒരു ബുക്കാണ് പുറത്ത് കാണുന്നത്. അതിലൂടെ പോസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ഇമേജുകൾ നിങ്ങളുടെ ഇൻറ്റൻഷനെയാണ് കാണിക്കുക. ചിലരുടെ ഫോട്ടോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ DP ആയിട്ടിരുന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെയാണ്. പലരും ഒരു വ്യക്തിയുടെ ഉൾമനസ്സാണ് കാണിക്കുന്നത് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറിനകത്ത്. ഇപ്പോൾ ഉള്ള കാലഘട്ടം മാറുന്നതിന് ശ്രദ്ധിച്ചോണം. പ്രായത്തിന് യോജിക്കാത്ത രീതിയിലുള്ള കൺസെപ്റ്റുകൾ വെച്ചിട്ടുള്ള ഫോട്ടോസൊക്കെ നിങ്ങളുടെ ഇമേജ് ആയിട്ട് ഇടുക. ഇതെല്ലാം വ്യക്തിത്വത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ വില തന്നെ കുറയ്ക്കുന്ന സംഗതികളായിട്ട് മാറുന്നു എന്നുള്ളതാണ്.